എടാ, നീ ഒന്ന് അടങ്ങ്. ആ കുട്ടിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയട്ടെ. ആഷ അർമാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്തു പറയാൻ, ഇവള് കള്ളിയാ, പെരും കള്ളി. അത് മാത്രമല്ല, ഇവളെ മറ്റേ ടീമാ. പണത്തിനു വേണ്ടി ആരുടെയും കൂടെ കിടക്ക പങ്കിടാൻ മടിയില്ലാത്ത തേർഡ് റൈറ്റ് കോൾ ഗേൾ. അർമാന്റെ വാക്കുകൾ അതിര് കടക്കുന്നുവെന്ന് തോന്നിയതും ആശ അവനെയും കൂട്ടി ആ മുറി വിട്ടിറങ്ങി. ഇതേസമയം അർമാൻ പറഞ്ഞ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിലേക്ക് മുള്ളു പോലെ തുളച്ചു കയറി. എടാ അമ്മൻ, നീ എന്തൊക്കെയാ പെണ്ണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? ഇന്നലെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചതിൽ അവളും മാത്രമല്ല കുറ്റക്കാരി, നീയും കൂടിയാ. അതിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഇന്നലെ ഏത് ഫോമിലായിരുന്നു എന്ന്. അത് പിന്നെ അവള് കിടന്നു തന്നിട്ടല്ലേ, ബ്ലഡി. അതും പറഞ്ഞ് അർമാൻ മുഷ്ടി ചുരുട്ടി. എനിക്കാണെങ്കിൽ ബോധവും ഇല്ലായിരുന്നു. അല്ല, നിന്നോട് ആരെങ്കിലും പറഞ്ഞോ അവള് മറ്റേ ടീമാണെന്ന്? ആശ ചോദിച്ചു. അതിനെ ആരെങ്കിലും പറയണോ? കണ്ടാലറിയില്ലേ? അതെന്താ, അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു കാര്യം വ്യക്തമായി അറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് അമ്മൻ. അപ്പോൾ ഞാനാണ് തെറ്റുകാരൻ, നീ പറഞ്ഞു വരുന്നത് അതല്ലേ? ആഷി, നീയും കൂടിയേ ഇനി എന്നെ കുറ്റപ്പെടുത്താൻ ബാക്കിയുള്ളൂ. എടാ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. നീ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്ക്. ചിലപ്പോൾ നിന്നെപ്പോലെ അവളെയും ആരെങ്കിലും ചതിച്ചതാണെങ്കിലോ? ആഷ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നും അറിയില്ലടാ. അവള് കാരണമല്ലേ എനിക്ക് പലതും നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് അവളെ കാണുന്നതേ വെറുപ്പാ, ശല്യം. വല്ല പട്ടിയോ പൂച്ചയോ മറ്റായിരുന്നല്ലേ എവിടെയെങ്കിലും കൊണ്ട് കളയാമായിരുന്നു. അർമാൻ തൻ്റെ ഉള്ളിലെ രോഷം പുറത്ത് പ്രകടമാക്കി. അത്രയ്ക്കും ശല്യമാണെങ്കിൽ ചാവാൻ പോയ അവളെ ഫ്രഞ്ചും കൂടെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ പാവം മനസ്സമാധാനത്തോടെ മരിക്കുമായിരുന്നല്ലോ. ആശയുടെ ആ പറച്ചിലിന് അർമാൻ്റെ ഭാഗത്തു നിന്ന് കടുപ്പിച്ചൊരു നോട്ടമാണ് തിരികെ കിട്ടിയത്. ആ നേരത്ത് തന്നെയാണ് അർമാൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഡിസ്പ്ലേയിൽ ഷാക്കിർ അലി എന്ന് തെളിഞ്ഞതും അവൻ്റെ മുഖം ഇരുണ്ടു. അവൻ ഫോണുമായി മുറിക്ക് വെളിയിലേക്ക് നടക്കുന്നതും കുറച്ചു നേരത്തെ ഫോൺ സംഭാഷണത്തിന് ശേഷം കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് നടക്കുന്നതും കണ്ട ആശു കാര്യം തിരക്കി. അത് പിന്നെ ഷാക്കിർക്കാണ് വിളിച്ചത്. സന സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചെന്ന്. ഇപ്പോൾ വെൻലോക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണെന്ന്. ഷാക്കിർക്ക് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. എന്നിട്ട് നീ ഇപ്പം എങ്ങോട്ടാ? ആഷു തിരക്കി. എനിക്കവളെ കാണണം ആഷു. എടാ, നീ ഇപ്പം അവിടെ പോയാൽ ശരിയാവില്ല. അമ്മ, നീ എന്താ അത് മനസ്സിലാക്കാത്തത്? അതൊന്നും എനിക്കറിയില്ല ആഷി, എനിക്കവളെ കണ്ടേ പറ്റൂ. അത്രയും പറഞ്ഞുകൊണ്ട് അർമാൻ ആഷയുടെ വാക്കുകൾ വകവെക്കാതെ അവിടുന്ന് പോയി. അർമാൻ പോയതും ആഷ വീണ്ടും അവളുടെ അരികിലെത്തി. അർമാൻ പുറത്തേക്ക് പോയി. ഈ സിറ്റുവേഷനിൽ അവൻ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കൂടി പോവുക. ഞാൻ ഡോർ പുറത്തുനിന്ന് പൂട്ടുകയാണ്. പേടിക്കേണ്ട, താനിവിടെ സേഫായിരിക്കും. അതും പറഞ്ഞ് ആഷ നടക്കാനൊരുങ്ങി. ആഷിക്ക. പിൻവിളി കേട്ട് ആഷ തിരിഞ്ഞു നോക്കി. നേരത്തെ ആ സാറ് പേര് വിളിക്കുന്നത് കേട്ടിരുന്നു. എന്നോട് പറഞ്ഞല്ലോ സഹോദരനായി കണ്ടോളാൻ. ഞാനങ്ങനെ വിളിച്ചോട്ടെ? അവൾ ചോദിച്ചു. വിളിച്ചോളൂ. അവളുടെ ചോദ്യത്തിന് മറുപടിയായി ആഷ പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ വന്നത് ഒരാളെ കാണാനാ. ആരെ കാണാൻ? അവൾ പറയുന്നത് കേട്ട് ആഷ തിരിച്ചു ചോദിച്ചു. ഡയറക്ടർ ഷാക്ക്. അവളുടെ വെളിപ്പെടുത്തൽ കേട്ട് ആഷയുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായി. ഷാക്കിറിക്കോ? എന്തിന്? ആഷ ചോദിച്ചു. അത് പിന്നെ എനിക്ക് അവൾക്ക് അതിനുള്ള മറുപടി പറയാൻ ബുദ്ധിമുട്ട് തോന്നി. ശരി, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. എന്നിട്ട് താനെങ്ങനെ അർമാൻ്റെ മുറിയിലെത്തി? ആഷയുടെ ചോദ്യം കേട്ട് അവൾ അന്ന് രാത്രി ഹോട്ടൽ ഹിൽട്ടണിൽ വെച്ച് നടന്ന തനിക്കറിയാവുന്ന കഥകളൊക്കെയും അവനോട് പറഞ്ഞു. ഇത്ര മാത്രമേ എനിക്കറിയൂ, കൂടുതലൊന്നും എനിക്കറിയില്ല, സത്യം. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ വേദനിപ്പിച്ചു. ആ നേരത്താണ് ആഷയുടെ ഫോൺ ശബ്ദിച്ചത്. കോൾ അറ്റൻഡ് ചെയ്ത ആഷയുടെ മുഖം ചെറുതായി മങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു. എന്നാ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആഷയും അവിടെ നിന്ന് പോയതും അവിടെ അവൾ തനിച്ചായി. അവൾക്കൊന്നുറക്കെ കരയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നിർവികാരതയോടെ അവൾ അതേ ഇരിപ്പ് തുടർന്നു. ഇതേ സമയം വെൻലോക്ക് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അർമാൻ തൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് നടന്നു. ആശുപത്രി ജീവനക്കാരും ഡോക്ടറെ കാണാൻ കാത്തു നിൽക്കുന്ന രോഗികളും ബാക്കിയുള്ളവരും അർമാൻ്റെ പോക്ക് നോക്കി നിന്നു. ചിലരത് ഫോണിൽ പകർത്തുന്നുണ്ട്.
പലരുടെയും മുറുമുറുപ്പും പരിഹാസം കലർന്ന നോട്ടവും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ലിഫ്റ്റിനരികിലേക്ക് നടന്നു. ഇതേ സമയം ഹോസ്പിറ്റലിലെ 3rd ഫ്ലോറിലെ VIP മുറിയിലെ വരാന്തയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് ഷാക്കിർ അലിയും സനയുടെ ഉപ്പയായ ഷമീർ അഹമ്മദും. ആ നേരത്താണ് അർമാൻ അങ്ങോട്ട് കടന്നു വരുന്നത്. അർമാന്റെ വരവ് കണ്ടതും ഷമീറിന്റെ മുഖം ഇരുണ്ടു. അയാൾ അർമാനെ തടഞ്ഞു നിർത്തി കാര്യം തിരക്കി. സനയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ സനയെ കാണാൻ പറ്റില്ലെന്നും തൻ്റെ മകൾക്ക് അവനെ വേണ്ടെന്നും പറഞ്ഞ ഷമീർ അർമാന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചതും അയാളുടെ വാക്കുകൾ വകവെക്കാതെ സനയെ കണ്ടിട്ടേ പോവൂ എന്ന മട്ടിൽ അർമാൻ മുന്നോട്ട് നടന്നു. അകത്തെ മുറിയിൽ പേഷ്യൻ്റ് ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ് സന. തൊട്ടരികിൽ ഉമ്മ സൽമയുണ്ട്. അർമാനെ കണ്ടതും സൽമയുടെ മുഖത്ത് ദേഷ്യം നുറഞ്ഞു പൊന്തി. അർമാന്റെ കണ്ണുകൾ സനയിലേക്കും അവളുടെ കയ്യിലെ ബാൻഡേജിലേക്കും നീണ്ടു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എൻ്റെ മോളെ കൊലക്ക് കൊടുത്തത് പോരെ? സൽമ ദേഷ്യത്തോട് ചോദിച്ചു. മമ്മി, ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അർമാൻ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. വേണ്ട, ഒന്നും പറയണ്ട. അവൾ ഉണരുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. മമ്മി, ഞാൻ സനയോടൊന്ന് സംസാരിച്ചോട്ടെ, അവൻ നേരിയ സ്വരത്തിൽ പറഞ്ഞു. വേണ്ട. സൽമ കൈ ഉയർത്തി തടഞ്ഞുവെങ്കിലും അർമാൻ വകവെച്ചില്ല. സന ഇങ്ങോട്ട് നോക്ക്, അവൻ ഇത്തിരി ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അർമാൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും മയങ്ങുകയായിരുന്ന സന കണ്ണു തുറന്നു. മുന്നിൽ അർമാനെ കണ്ടതും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നീടത് ദേഷ്യമായി മാറി. സന, ഞാൻ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് നടന്നു. അന്നേരം അവൾ മുഖം തിരിച്ചു കളഞ്ഞു. മമ്മി, ഇയാളോട് പോവാൻ പറ. എനിക്കാരെയും കാണണ്ട. എനിക്ക് ഇയാളെ കാണുന്നത് തന്നെ വെറുപ്പാ. സനയുടെ വാക്കുകൾ അവനെ ശരിക്കും വേദനിപ്പിച്ചു. സന, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എന്നങ്ങനെ വിളിക്കരുത്. എൻ്റെ മുന്നിലിങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? ഞാൻ എന്ത് മാത്രം സ്നേഹിച്ചതാ. എന്നിട്ടും എന്നെ ചതിച്ചില്ലേ? എൻ്റെ കൺമുന്നിൽ നിന്നും ഒന്ന് പോയി തരൂ. സന നിറക്കണ്ണാലെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടില്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പൊയ്ക്കൂടെ? അതോ പിടിച്ച് പുറത്താക്കണോ? ഷമീർ അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അർമാൻ്റെ ശിരസ് താണു. അതും താൻ ഏറെ ബഹുമാനിക്കുന്ന ഷാക്കിർ സാറിൻ്റെ മുന്നിൽ വെച്ച് എന്നത് അവനെ ഏറെ വേദനിപ്പിച്ചു. കൂടെ കിടക്കാൻ പല പെണ്ണുങ്ങളും കാണും, പക്ഷേ എൻ്റെ മോൾ അതിന് കിട്ടില്ല. ഷമീറിൻ്റെ വാക്കുകൾ അർമാനെ ഒരുപാട് വേദനിപ്പിച്ചു. അപമാനിതനായി അവൻ പുറത്തേക്ക് നടന്നു. ഒന്ന് നിന്നേ. പുറത്തേക്ക് നടക്കുന്നതിനിടയിലാണ് സനയുടെ സ്വരം കേൾക്കുന്നത്. ഒരു നിമിഷം അതവൻ്റെ കാതുകളെ കുളിരണിയിപ്പിച്ചു. അവൻ പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി. പപ്പ, ഇതും കൂടി കൊണ്ടു കൊടുത്തേക്ക്. തൻ്റെ വിരലിൽ കിടക്കുന്ന മോതിരം ഊരി ഷമീറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് സന പറഞ്ഞതും ഷമീർ മോതിരം അർമാൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ നിമിഷം അർമാൻ്റെ മുഖം ചുളുങ്ങി. ആ നിമിഷം സനയോട് അവന് ചെറുതായി ദേഷ്യം തോന്നി. അവനത് പുറത്ത് പ്രകടമാക്കാതെ തറയിൽ കിടക്കുന്ന മോതിരവും കയ്യിലെടുത്ത് ആരുടെയും മുഖത്ത് പോലും നോക്കാതെ കാറ്റിലും വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയ അർമാൻ്റെ പിന്നാലെ മൊബൈൽ ക്യാമറയും പിടിച്ച് കുറച്ച് പേർ നടന്നു. മനസ്സാകെ തകർന്നു കിടക്കുന്ന അർമാൻ ഇത് കണ്ട് ദേഷ്യത്തോടെ അവരിലൊരുത്തൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് ധൃതിയിൽ മുന്നോട്ട് നടന്നു. ഇത് ബാക്കിയുള്ളവർ ക്യാമറയിൽ പകർത്തിയിരുന്നു. വണ്ടിക്കരികിലെത്തിയ അർമാനെ തൻ്റെ പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ചധികം നോട്ടുകളെടുത്ത് തൊട്ടരികിലുണ്ടായിരുന്ന സെക്യൂരിറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ആരുടെയാണ് ഫോൺ പൊട്ടിച്ചത് അവനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. പിന്നീട് അർമാൻ തൻ്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോയി. ഇതാരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ സെക്യൂരിറ്റി ആ പണം തൻ്റെ പോക്കറ്റിലിട്ട് ഒന്നും അറിയാത്തതുപോലെ തൻ്റെ ജോലി തുടർന്നു. ഹോസ്പിറ്റൽ പരിസരത്ത് നടന്ന രംഗങ്ങൾ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു. ഇതൊന്നും അറിയാതെ അർമാൻ്റെ വണ്ടി അലക്ഷ്യമായി ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു. ഓവർ സ്പീഡിൽ ഓടുന്ന തൻ്റെ വാഹനം ക്യാമറയിൽ പതിയും എന്നത് അർമാൻ ചിന്തിച്ചതേയില്ല. നിലവിൽ ചർച്ചാ വിഷയം അർമാൻ ആയതുകൊണ്ട് ഇതും അപ്പം തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. 1 മണിക്കൂറോളം നീണ്ട ഡ്രൈവിങ്ങിനൊടുവിൽ അർമാൻ തൻ്റെ വാഹനം വിജനമായ പ്രദേശത്ത് നിർത്തി. മനസ്സ് നിറയെ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവങ്ങളായിരുന്നു. സനയും അവളുടെ മാതാപിതാക്കളും തന്നോട് അത്രയും മോശമായി പെരുമാറിയത് അവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. സനയുമായുള്ള നല്ല നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലൂടെ അന്നേരം കടന്നുപോയി.
തന്നെ അവളൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ എന്ന വേദന പിന്നീട് ദേഷ്യത്തിലേക്ക് വഴിമാറി. തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ട എന്ന ഉറച്ച വിശ്വാസത്തിൽ അവൻ പോക്കറ്റിൽ കിടക്കുന്ന മോതിരം എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവിടുത്തെ പാറപ്പുറത്ത് കണ്ണടച്ചു കുറച്ചു നേരം കിടന്നു. നിമിഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഫോൺ ശബ്ദിക്കുന്നത് കേട്ടിട്ടാണ് അർമാൻ കണ്ണു തുറക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആശയായിരുന്നു അത്. ഹലോ അമൻ, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട്, താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ പറഞ്ഞു. എവിടെന്ന് പറഞ്ഞാൽ എവിടെയാ? നീ വിളിച്ച കാര്യം പറ ആശി. അമൻ, നീ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നേ? ഞാൻ പറഞ്ഞതല്ല അങ്ങോട്ട് പോണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ ആശി. ഒന്നും അറിയില്ല നിനക്ക്? നിന്റെ പുതിയ വീഡിയോസേ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തിളക്കുക. നീ എവിടെയുള്ള? ഞാൻ അങ്ങോട്ട് വരാം, ആശി പറഞ്ഞു. ആശി പറഞ്ഞു തീർന്നതും അർമാൻ കോൾ കട്ട് ചെയ്ത് യൂട്യൂബ് തുറന്നു നോക്കി. ഓരോന്ന് കണ്ടതും അവൻ്റെ സമനില തെറ്റി തുടങ്ങി. അർമാൻ മാലിക് നിയമം ലംഘിച്ച് വാഹനം ഓടിച്ചു. സെൽഫി എടുക്കാൻ വന്ന ആരാധകനോട് അർമാൻ മോശമായി പെരുമാറി അയാളുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വളച്ചൊടിച്ചാണ് വാർത്ത പ്രചരിക്കുന്നത്. അർമാൻ തൻ്റെ കയ്യിലുള്ള ഫോൺ വലിച്ചെറിഞ്ഞു. അവൻ തൻ്റെ വണ്ടിയിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ കുതിച്ചു. ഇതേസമയം ആഷി അർമാൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലായിരുന്നു. അന്വേഷണം രാത്രി വരെ നീണ്ടു. പിന്നീട് ആരോ വിളിച്ച് പറഞ്ഞിട്ടാണ് ആഷി അർമാൻ്റെ ഫിലിം ഫീൽഡിലെ സുഹൃത്തായ ജീവൻ്റെ വീട്ടിലെത്തുന്നത്. മദ്യപിച്ച് വെളിവ് പോയ അർമാനെ മുന്നിൽ കണ്ടതും ആഷിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അന്ന് ആദ്യമായിട്ടായിരുന്നു അർമാൻ മദ്യം രുചിക്കുന്നത്. അവിടുന്ന് എങ്ങനെയൊക്കെ ആഷി അവനെ തൻ്റെ വില്ലയിലെത്തിച്ചു. വീടെത്തും വരെ ആഷി അർമാനെ ശാസിച്ചു കൊണ്ടേയിരുന്നു. അതിനിടയിലാണ് ആഷിയുടെ വീട്ടിൽ നിന്നും ഉമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് കോൾ വരുന്നത്. ആ അവസ്ഥയിൽ അർമാനെ അവിടെ തനിച്ചാക്കി പോകാൻ ആഷിക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ ആഷി അവിടെ നിന്ന് മടങ്ങി. അർമാൻ അകത്ത് കയറി ഡോറടിച്ച് ലോക്ക് ചെയ്ത് വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് നടന്നു. വെള്ളം കുടിച്ച് തൻ്റെ മുറിയിലേക്ക് നടക്കാനൊരുങ്ങിയ അർമാൻ എന്തോ ഓർമ്മ വന്നപോലെ അവളുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. ഇതേസമയം അവൾ മറ്റേ മുറിയിലെ വാഷ്റൂമിൽ നിന്നും ഡ്രസ്സ് മാറി വരികയായിരുന്നു. നേരത്തെ ആശ അവൾക്ക് ഭക്ഷണവുമായി അങ്ങോട്ട് വന്നിരുന്നു. അന്നേരം അവളെ നനഞ്ഞ പർദ്ദയിൽ നിൽക്കുന്നത് കണ്ടതും അർമാൻ്റെ വാർഡ്രോബിൽ നിന്നും മുണ്ടും ഷർട്ടും എടുത്ത് അവൾക്ക് കൊടുത്തിരുന്നു. അതും ധരിച്ചാണ് അവളിപ്പോൾ നിൽക്കുന്നത്. അർമാൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. സന സമ്മാനിച്ച ഷർട്ടായിരുന്നു അത്. അവളെ ആ വേഷത്തിൽ കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അഗ്നിയെരിയുന്ന കണ്ണുകളുമായി അവൻ അവളുടെ അരികിലേക്ക് നടന്നു. അവൻ്റെ ആ വരവ് കണ്ടതും അവളിൽ ഭയം ഉടലെടുത്തു. അവൾ പിന്നോട്ട് ചുവടുകൾ വെച്ചു. ചുവരിൽ തട്ടി നിന്നതും അവൻ്റെ കൈ അവളുടെ കഴുത്തിൽ മുറുകി. ഡി, നിന്നോട് ആരാടി പറഞ്ഞത് എൻ്റെ ഡ്രസ്സ് എടുത്തിടാൻ? നിനക്ക് അത്രയ്ക്ക് ധൈര്യം? അവൻ്റെ കൈക്കരത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒപ്പം മദ്യത്തിൻ്റെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി. അവൾക്കത് അസഹനീയമായി തോന്നി. ശ്വാസം കിട്ടാതെ അവൾ പിടയുന്ന നേരത്ത് അവൾ അവൻ്റെ കയ്യിൽ ശക്തമായി കടിച്ചതും അവളിൽ നിന്നുള്ള പിടി അയഞ്ഞിരുന്നു. ആ നിമിഷം അവൾ അവനെ തള്ളി മാറ്റി ഓടി. കലിയടക്കാനാവാതെ അവൻ അവളെ പിടിക്കാനായി പിന്നാലെ ഓടി. അവളുടെ ഡ്രസ്സിൽ അവൻ്റെ കൈ മുറുകി. ആ നിമിഷം അവൾ ഉടുത്തിരിക്കുന്ന മുണ്ട് അവളിൽ നിന്നും വേർപെട്ട താഴേക്ക് വീണു. ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ തറഞ്ഞുപോയി. ആ നിമിഷം അവൻ അവളുടെ അരികിലെത്തിയിരുന്നു. അത്യാവശ്യം നഗ്നത മറയും പാകത്തിലുള്ള ഷർട്ട് മാത്രം ധരിച്ചു നിൽക്കുന്ന അവളെ അവൻ മൊത്തത്തിലൊന്ന് ചൂഴ്ന്നു നോക്കി. അവളോടുള്ള ദേഷ്യവും വെറുപ്പും ഒപ്പം മദ്യത്തിൻ്റെ ലഹരിയും. ആ ലഹരി അവനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിരുന്നു. ഇന്നലെ ഞാൻ ബോധത്തോടെ അല്ലല്ലോ നിന്നെ അറിഞ്ഞത്. എനിക്ക് ശരിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ നിന്നെ മൊത്തത്തിലൊന്ന് രുചിക്കാൻ പോവാം. നിനക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നും പറഞ്ഞ ഒരു തരം ക്രൂരമായ ചിരിയോട് അവൻ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. അവൻ്റെ പ്രവൃത്തി അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവൻ അവളുടെ മേലെ അമർന്നു. അവൾ തന്നെ കൊണ്ടാവും വിധം എതിർക്കാൻ ശ്രമിച്ചതും അവളുടെ കൈ രണ്ടും പിടിച്ചു വെച്ചു. അവൻ അവളിലേക്ക് ഒന്നുകൂടെ അമർന്നു. ഒന്ന് അനങ്ങാൻ പോലും ആവാത്ത വിധത്തിൽ അവളെ ലോക്ക് ചെയ്ത് വെച്ച് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചതും അവൾ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. അവൾ ധരിച്ച ഷർട്ടിൻ്റെ വിടവിലൂടെ കാണുന്ന അവളുടെ വെളുത്ത കഴുത്തും കഴുത്തിൻ്റെ ഒരു വശത്തുള്ള കറുത്ത കുഞ്ഞു മറുകും ഒപ്പം ചെറുതായി കാണുന്ന മാറും ചുഴിയും ഒരു നിമിഷം അവനിൽ വികാരമുണർത്തി. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി
അവിടെ മുഴുവൻ ചുംബിച്ചും നുണഞ്ഞും കടിച്ചും അവളെ വേദനിപ്പിച്ചു. അവളുടെ എതിർപ്പുകൾ വെറും പാഴ്ശ്രമമായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഷർട്ടിൻ്റെ ഒരു ബട്ടൺ പല്ലുകൊണ്ട് അഴിച്ചു. അവൻ്റെ ചുണ്ടുകൾ അതിർവരമ്പുകൾ ലംഘിച്ചു തുടങ്ങിയതും അവൾ അവൻ്റെ ഇടതു തോളിൽ തൻ്റെ പല്ലുകൾ ആഴ്ത്തി. ആ നിമിഷം അവൻ്റെ വാശി കൂടിയതേയുള്ളൂ. അവനവളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് മുഴുവനായും വലിച്ചു പൊട്ടിച്ചു. ഷർട്ട് ഇരുവശത്തേക്കും അകത്തി വെച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മേനിയിലൂടെ ഒഴുകി നടന്നു. അന്നേരം അവൾ കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്ത് അവൻ്റെ തലയിലേക്ക് അടിച്ചു. അവൻ്റെ നെറ്റി മുറിഞ്ഞ് ചോര ഒഴുകി തുടങ്ങി. അപ്പോഴേക്കും വേദന കൊണ്ട് അവൻ അവളിൽ നിന്നും അടർന്നു മാറിയിരുന്നു. ആ നിമിഷം നോക്കി അവൾ തൊട്ടരികിലെ ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡോറടച്ചു ലോക്ക് ചെയ്തു. ഈ നിമിഷം അവൻ്റെ ബോധം പൂർണ്ണമായും മറഞ്ഞിരുന്നു. അവൾ ആ ഡ്രസ്സിംഗ് റൂമിനകത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ അവസ്ഥയെ ഓർത്ത് ഒരുപാട് കരഞ്ഞു. എങ്ങനെയൊക്കെയോ അവൾ അവിടെ തന്നെ നേരം വെളുപ്പിച്ചു.